ത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മഹാബലേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രാവണൻ വളരെ വർഷം തപസ് ചെയ്തുകൊണ്ട് മഹാദേവനിൽ നിന്നും ആത്മലിംഗം നേടുകയുണ്ടായി. ആ വിഗ്രഹവും കൊണ്ടുവരുമ്പോൾ സാക്ഷാൽ നാരായണൻ ചില വിഘ്നങ്ങൾ വരുത്തുകയും രാവണന് ആ വിഗ്രഹവും കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നു. അപ്പോഴേക്കും ഗണപതി ഭഗവാൻ ഒരു കുട്ടിയുടെ രൂപം ധരിച്ചുകൊണ്ട് അവിടെ വരികയും ആ വിഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ് രാവണൻ അവിടെ എത്തിയപ്പോൾ ആ വിഗ്രഹം അന്വേഷിച്ചു. അവിടെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് രാവണൻ ചോദിച്ചു, എവിടെ വിഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ ഗണപതി ഭഗവാൻ ആ ഭൂമിയിൽ ആ വിഗ്രഹം വയ്ക്കുകയും അവിടെ അത് ഉറച്ചു പോകുകയും ചെയ്തു. രാവണന് വളരെയധികം ക്രോധമുണ്ടായി. രാവണൻ ഗണപതിയുടെ തല അടിക്കുകയും ചെയ്തു. അങ്ങനെ ആ വിഗ്രഹം പലവട്ടം ഉയർത്താൻ ശ്രമിച്ചു എങ്കിലും അത് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ആ വിഗ്രഹം അടിച്ചുടച്ചു. അതിൻ്റെ കൂടുതൽ ഭാഗം അവിടെ തന്നെ ഉറച്ചു പോകുകയും ചെയ്തു. ആ സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ഈ ആത്മലിംഗം കാണുവാൻ കഴിയുന്നതല്ല. ഗണപതി ഭഗവാനെ തൊഴുതതിന് ശേഷം മാത്രമേ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. കൂടാതെ പാർവതീദേവിയും ഇവിടെയുണ്ട്. പ്രതിതർപ്പണത്തിനായാലും സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അത്യുത്തമമാണ്. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കാനായി എല്ലാവരും ഈ ക്ഷേത്രം സന്ദർശിക്കുക. ആത്മലിംഗമായതിനാൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക.